എന്താണ് ഫോട്ടോഗ്രാഫിയുടെ നാളത്തെ ട്രെൻഡ്? നാളത്തെ ട്രെൻഡ് ഇന്ന് തന്നെ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി മേഖലയിൽ വളരെയധികം ഉയർച്ചകൾ കൈയടക്കാനാകും. നമുക്ക് പഴയ കാലത്ത് വെച്ച് നോക്കാം. പഴയ കാലത്ത് ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ച കാലത്ത് ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നത് ഒരു ലോഹ പ്രതലത്തിലേക്ക് പ്രതിബിംബങ്ങൾ പകർത്തിയെടുക്കുക എന്നുള്ളതാണ്. വളരെയധികം സമയവും എഫേർട്ടും ആവശ്യമുള്ള ഒരു പരിപാടിയായിരുന്നു അത്. പിന്നീട് വന്നത് അത് മാറി പ്ലാസ്റ്റിക്കിലോട്ട്, അതായത് പ്ലാസ്റ്റിക് ഫിലിമിലോട്ട് പകർത്താനുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു. അതോടുകൂടി ഫോട്ടോഗ്രാഫിയിൽ ഒരു വിപ്ലവം തന്നെ അത് കുറിച്ചു. ഏകദേശം 100 വർഷത്തിലധികം തന്നെ ആ ഒരു മേഖല മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നു. അതോടുകൂടി പ്രിന്റിങ്ങിനുള്ള സാധ്യതകൾ വളരെയധികം കൂടി വന്നു. അത് ആദ്യകാലത്ത് ഒരു പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്തിരുന്നത് പിന്നീട് പ്ലാസ്റ്റിക്, നശിച്ചു പോകാത്ത പ്ലാസ്റ്റിക്കിലേക്ക് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു നിൽക്കുന്ന ഈ ഒരു ഫോട്ടോഗ്രാഫിക് മേഖല ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ആ ഒരു ട്രെൻഡ് അറിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി തൊഴിൽ മേഖല ഇപ്പോൾ സാച്ചുറേറ്റഡ്, അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തി. അതിൽ നിന്ന് ഇനി അങ്ങോട്ട് ഒരു പുതിയ ഒരു വിപ്ലവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ആൾക്കാർ ഈ മേഖലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെ ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ നിന്നും ഒരു ഹോബി എന്ന നിലയിലേക്ക് ഫോട്ടോഗ്രാഫി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള വരുമാനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പഴയ കാലത്ത് നിന്നുള്ള ഫോട്ടോഗ്രാഫിയുടെ യാത്ര മെറ്റൽ പ്ലേറ്റിൽ നിന്നും ഗ്ലാസ്സിലൂടെ വന്ന് ഗ്ലാസ്സിൽ നിന്നും പ്ലാസ്റ്റിക് ഫിലിമിലേക്ക് എത്തിയ അതുപോലെയുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ സെൻസറിലേക്ക് എത്തിയ ആ ഒരു യാത്ര ഇനി നമുക്ക് അതിന്റെ പ്രോസസ്സിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക. സിനിമയിലൊക്കെ VFX എന്ന ഒരു മേഖല തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേ സംഭവം നമ്മുടെ ഫോട്ടോഗ്രാഫിയിലും ഇനി വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്കറിയാം, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നതോടുകൂടി ഇമേജ് പ്രോസസ്സിംഗ് എന്നൊരു പരിപാടി വളരെ എളുപ്പമായി തുടങ്ങി. അഡോബ് എന്ന കമ്പനി ഉയർന്നു വന്നതോടുകൂടി ഇമേജ് പ്രോസസ്സിങ്ങിന്റെ സാധ്യതകൾ അപാരമായി മാറിയിരിക്കുകയാണ്. ആർക്കും എന്തും ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യകാലത്തൊക്കെ ഒരു ഇമേജ് കട്ട് ചെയ്തെടുത്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നത് ഒരു വലിയൊരു സംഭവമായിരുന്നു. പക്ഷെ ഇന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം എന്നല്ല, അത് ഫോട്ടോ മാനിപ്പുലേഷൻ എന്ന് പറയും. അതിൻ്റെ ഒരു സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ തൊഴിൽ മേഖലയിൽ ഇത് എങ്ങനെയാണ് സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ വെഡ്ഡിങ് ആൽബംസ് ചെയ്യുന്നവർ ഒട്ടുമിക്ക ഡിസൈനേഴ്സും ചെയ്യുന്നത് മാനിപ്പുലേഷൻ തന്നെയാണ്. കാരണം ഫോട്ടോഗ്രാഫർ എടുത്തു കൊടുത്ത ഫോട്ടോയെ വെട്ടി മാറ്റി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വെച്ച് ഒരു പ്രത്യേക ഒരു അനുഭൂതി നൽകുന്ന രീതിയിലേക്ക് ആ ചിത്രത്തെ മാറ്റിയെടുക്കുക എന്നതാണ് ഓരോ ആൽബം ഡിസൈനറും ചെയ്യുന്നത്. അതിൻ്റെ കളറിംഗ് ആയാലും കളർ ഗ്രേഡിംഗ് ആയാലും ഒക്കെ ആയിട്ടും അവർ ചെയ്യുന്ന ഒരു പ്രത്യേക കാഴ്ചക്കാരന് പ്രത്യേക അനുഭവം നൽകുക എന്നുള്ള ഒരു പരിശ്രമമാണ് അവർ ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫിയിൽ ഇനി വരാൻ പോകുന്ന ഒരു വിപ്ലവം എന്നുള്ളത് കമ്പോസിറ്റിംഗ് തന്നെയാണ്. പല രാജ്യങ്ങളിലും ഇതിന് വളരെ നല്ല രീതിയിൽ പ്രചാരം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആൽബം ഡിസൈനേഴ്സ് ഒരു പരിധി വരെ അവർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പല ചിത്രങ്ങൾ വെട്ടിയെടുത്ത് ഒരു ചിത്രങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ ഒരു ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റിയിട്ട് ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് കാഴ്ചക്കാരനെ നയിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിനെ, അതായത് എഡിറ്റിംഗ് അടക്കം ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോഗ്രാഫിയുടെ കമ്പോസിറ്റിംഗ് കൂടി നിങ്ങൾ പഠിക്കണം. കമ്പോസിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചിത്രങ്ങൾ ചേർത്ത് ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക കാണുന്നവർക്ക് ഒരു പ്രത്യേക അത്ഭുതമോ ഒരു അനുഭൂതിയോ നൽകുന്ന രീതിയിലേക്കായിരിക്കും ആ ചിത്രങ്ങൾ ഉണ്ടാവുക. ഒരിക്കലും അതിൻ്റെ ഒറിജിനൽ ഐഡൻറ്റിറ്റിയിലായിരിക്കില്ല. അതിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള ഒബ്ജക്റ്റുകൾക്ക് അതിൻ്റേതായ തനി സ്വഭാവം ഉണ്ടെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ചുറ്റുപാടുകളും ഒന്നും തന്നെ അതുമായിട്ട് ബന്ധമുള്ളതായിരിക്കില്ല. ഒരു സ്വപ്നതുല്യമായ അവസ്ഥയിലേക്ക് ആ ഫോട്ടോയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഒരു ട്രെൻഡ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ആയാലും സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന രീതിയിൽ പലരും ഇത് പരീക്ഷിച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരും നല്ല എക്സ്പേർട്സാണ്. ഏറ്റവും കൂടുതൽ ഇതിന് ചാൻസ് അല്ലെങ്കിൽ അവസരങ്ങൾ ഉള്ളത് വെഡ്ഡിങ് ആൽബം ഡിസൈനേഴ്സിനാണ്. അവർക്കാണ് ഇതിൽ ഏറ്റവും നല്ല വേഗത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളൊക്കെയും എന്നെ കേൾക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആൾക്കാർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ തിളങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ഇനി കമ്പോസിറ്റിംഗ് എന്നുള്ള
ഈ ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് മെത്തേഡിനെ കുറിച്ചായിരിക്കും നിങ്ങൾ കൂടുതലും പഠിക്കേണ്ടി വരിക. എന്താണ് കമ്പോസിറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ പല ചിത്രങ്ങൾ ചേർത്ത് വെച്ച് അതിൽ നിന്നുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത് ഒരു സ്വപ്നതുല്യമായ ഒരു ചിത്രം നിർമ്മിച്ചെടുക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും കമ്പോസിറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഫോട്ടോ ആൽബംസ് ആയാലും ഇപ്പോൾ ഓൾറെഡി കല്യാണ ആൽബങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത സ്വപ്നതുല്യമായ ഒരു സ്ഥലത്ത് കല്യാണ ചെക്കനും പെണ്ണും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ, അതുപോലെ പലതും. ഇനി വരാൻ പോകുന്ന അതിനേക്കാളും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി മേഖലയിലുള്ള ആൾക്കാർ ഈ ട്രെൻഡിനെ കുറിച്ച് മനസ്സിലാക്കുക, ഈ ട്രെൻഡിനെ കുറിച്ച് പഠിക്കുക, ഇനി എങ്ങനെ അത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് പരമാവധി പഠിച്ച് നിങ്ങൾ ആ ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആവുക. കാരണം ഇനി വരുന്ന ഒരു വിപ്ലവം അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി എന്നതിനേക്കാൾ കൂടുതലായിട്ട് ക്രിയേറ്റീവായിട്ട് എങ്ങനെ കമ്പോസിറ്റിംഗ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ആൾക്കാർ ചിന്തിച്ച് തുടങ്ങുക. ഒരു പ്രാവശ്യം ഒരു ട്രെൻഡ് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വർഷത്തോളം ആ ട്രെൻഡ് അങ്ങനെ നിലനിൽക്കും. പിന്നീടാണ് അത് ട്രെൻഡിന് ചേഞ്ച് വരിക. ഫോട്ടോഗ്രാഫേഴ്സ് എന്നെ കേൾക്കുന്നവർ നിങ്ങളുടെ മേഖലയിൽ ഇതൊന്ന് പരീക്ഷിക്കുക. അതുപോലെ കമ്പോസിറ്റിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, അതിനുവേണ്ട സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പഠിച്ച് തുടങ്ങുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു സാധ്യതയുണ്ട്. എഡിറ്റിങ്ങും ഫോട്ടോഷോപ്പ് മാത്രമല്ല അതിന് ഉപയോഗിക്കുന്ന ഒത്തിരി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരിങ്ങനെയുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മേഖലയിലും നിങ്ങൾക്ക് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുക, അത് പരമാവധി ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഒരു പുതിയ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പതിവ് പോലെ ഞാൻ റഷീദ് തായലാർ.